അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗിക വെടിനിർത്തൽ പ്രഖ്യാപനം വീണ്ടും പാഴ്വാക്കായി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തി. ബുഷഹർ ആണവ കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. പഞ്ചാബിലെ റിസർച്ച് റിയാക്ടറിന് നേരെയും ആക്രമണമുണ്ടായി. ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുദ്ധത്തിൽ പങ്കുചേരുമെന്ന് ഹൂത്തികളും സൂചന നൽകിയതോടെ ആശങ്ക വർദ്ധിക്കുകയാണ്. ഫൈസൽ ഹംസയുടെ വാർ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് ഫൈസൽ. ഇന്നലെ ഈ സമയത്ത് ട്രംപ് പറഞ്ഞ കാര്യം നമ്മൾ പറയുകയായിരുന്നു, ട്രംപിനെ എത്രത്തോളം വിശ്വാസത്തിൽ എടുക്കണം എന്നുള്ള കാര്യം. അതുതന്നെയാണ് ഇന്നിപ്പോൾ ഈ ഒരു ആക്രമണം വരുന്നതിലൂടെ പുറത്തു വരുന്ന കാര്യങ്ങളും. അതായത് 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപനമൊക്കെയായിരുന്നു പറഞ്ഞത്, പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഹൂത്തികൾ കൂടി ഇതിലേക്ക് പങ്കുചേരുന്നതോടെ കൂടുതൽ ആശങ്കയാകുന്നു അല്ലേ? ഗുഡ് മോർണിംഗ് ആര്യ. ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾക്ക് സഖ്യകക്ഷിയായ ഇസ്രായേൽ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതിന്റെ സൂചനയാണ്, അല്ലെങ്കിൽ കൃത്യമായ തെളിവാണ് ഇന്നലെ രാത്രി ഉണ്ടായത് എന്നുള്ളതാണ്. ട്രംപ് പറയുന്നു 10 ദിവസത്തേക്ക് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലോ ഊർജ്ജ കേന്ദ്രങ്ങളിലോ യാതൊരു തരത്തിലുള്ള ആക്രമണവും ഉണ്ടാകില്ല, ഭാഗികമായ വെടിനിർത്തലാണ്. വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു, ചർച്ചകൾ മുന്നോട്ട് പോകുന്നു, അതിൽ ശുഭപ്രതീക്ഷയുണ്ടെന്ന്. പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആ തരത്തിലുള്ള യാതൊരു ക്ഷമയും ഇല്ല എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇന്നലെ ഇറാനിൽ ഉടനീളം ഉണ്ടായത്. 2 ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അതിലേറ്റവും സുപ്രധാനമായത് റഷ്യയുടെ കൂടെ പങ്കാളിത്തമുള്ള ബുഷഹറിലെ പ്ലാന്റിന് നേരെ തന്നെയാണ്. ഇവിടെ ആണവ ചോർച്ചയില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള ആക്രമണം നടന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ അറാഖിലെ റിസർച്ച് റിയാക്ടറിന് നേരെയും ആക്രമണമുണ്ടായി. അതോടൊപ്പം തന്നെ വളരെ ഗുരുതരമായ ഒരു ആക്രമണം കൂടി നടക്കുന്നുണ്ട്. ഇറാനിലെ ശുദ്ധജല പ്ലാന്റുകൾക്ക് നേരെ, കുടിവെള്ള പ്ലാന്റുകൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നു എന്നുള്ളതാണ്. ഈ കടൽ വെള്ളം ശുദ്ധീകരിച്ചാണ് പ്രധാനമായും ഇറാനിൽ വെള്ളം എത്തിക്കുന്നത്. അത്തരത്തിലുള്ള അറാഖിലെ വലിയ പ്ലാന്റിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇത്തരത്തിൽ ആക്രമണം നടത്തിയാൽ ഇറാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്ന ഒരു കാര്യമുണ്ട്. മേഖലയിലെ, അതായത് ഗൾഫ് രാജ്യങ്ങളിലെ വലിയ ഇത്തരത്തിലുള്ള പ്ലാന്റുകൾക്കെതിരെ എല്ലാം ആക്രമണം നടത്തും എന്നുള്ളതാണ്. അത് ഗൾഫ് രാജ്യങ്ങളെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും എന്നുള്ള ഒരു ആശങ്കയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ആക്രമണങ്ങൾക്കെല്ലാം വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും, ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുകയും ചെയ്തു. ടെൽ-അവീവിൽ മിസൈൽ പതിച്ച് ഒരാൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ ഒരു ഡെവലപ്മെന്റ് കൂടി ഉണ്ടായിട്ടുണ്ട്. ഹൂത്തികൾ കൂടി ഈ യുദ്ധത്തിൽ പങ്കുചേരുമെന്നുള്ള സൂചന നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ കൈവിരലുകൾ ട്രിഗറിലാണ് എന്നാണ് അവർ പറയുന്നത്. ആ തരത്തിൽ അവർ കൂടി യുദ്ധത്തിലേക്ക്, യമനിന്റെ ഭാഗത്ത് നിന്ന് യുദ്ധത്തിലേക്ക് പങ്കെടുക്കുകയാണെങ്കിൽ, നമുക്കറിയാം ഹോർമൂസ് കടലിടുക്ക് അടച്ചതുമായി ബന്ധപ്പെട്ട്, അവിടെ കപ്പലുകളുടെ സഞ്ചാരം തടയുന്നതുമായി ബന്ധപ്പെട്ട് ഊർജ്ജ പ്രതിസന്ധികൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കപ്പലുകൾക്കൊന്നും സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല. സമാനമായ ഒരു പ്രതിസന്ധി ചെങ്കടലിലും ഉണ്ടാകുമെന്നുള്ളതാണ്. ഹോർമൂസ് കടലിടുക്ക് വഴി 20%-ലധികം ഇന്ധന നീക്കമാണ് നടക്കുന്നത് എങ്കിൽ ഏതാണ്ട് 10%-ഓളം നീക്കം നടക്കുന്ന ഒരു കേന്ദ്രമാണ് ഈ ചെങ്കടൽ എന്നുള്ളതാണ്. അവിടെ ഹൂത്തികൾ കൂടി ആക്രമണം നടത്തുകയാണെങ്കിൽ ലോകത്തിൻ്റെ ഇന്ധന പ്രതിസന്ധി അതീവ സങ്കീർണമാകും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ റഷ്യയുടെ ഭാഗത്ത് നിന്ന് വലിയ ശ്രമമുണ്ടാകുന്നുണ്ട്. ഇറാനുമായി അവർ സംസാരിച്ചിട്ടുണ്ട്, അബ്ബാസ് അറാഖ്ചിയുമായി അവർ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു അനുരഞ്ജനത്തിന്റെ ഭാഷയിലേക്ക് ഇനിയും ഇറാൻ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. വ്യക്തമാണ്. ഫൈസൽ ഹംസയാണ് വിശദാംശങ്ങൾ നൽകിയത്.